വിശദമായ വാർത്തകളിലേക്കാണ്. തൃശൂർ കുന്നംകുളത്ത് ചൊവ്വന്നൂർ യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റിനെ പോലീസ് സ്റ്റേഷനിൽ അകാരണമായി മർദ്ദിച്ചതിൽ 4 പോലീസുകാർക്കെതിരെ കേസെടുത്ത് കോടതി. ലോക്കപ്പ് മർദ്ദനത്തിന്റെ CCTV ദൃശ്യങ്ങളും പുറത്തുവന്നു. വിവരാവകാശ കമ്മീഷന്റെ ഉത്തരവ് പ്രകാരമാണ് ദൃശ്യങ്ങൾ ലഭിച്ചത്. കോളർ പിടിച്ച് വലിച്ച് കയറ്റി ജീപ്പിൽ കയറ്റിയിട്ട് നേരെ അങ്ങോട്ട് കൊടുന്നത്. അവരെന്നെ എല്ലാവരുടെയും ഒഴിവാക്കിയിട്ട് തന്നെ മാത്രമേ കൊടുന്നത്. ഇവിടെ കൊണ്ടുവരുമ്പോൾ സജീവൻ എന്ന് പറഞ്ഞൊരു പോലീസുകാരനായിരുന്നു. ആള് ഒന്നിയോ ജംഗ്ഷൻ്റെ അവിടെ വെച്ചിട്ട് എന്നെ തല്ലിയിട്ടുണ്ടായിരുന്നു. ബാക്ക് ഡോർ വന്നിട്ട് തല്ലിയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് അതൊക്കെ CCTV കറക്റ്റായിട്ട് കാണുന്നുണ്ട്. ജീപ്പ് കയറി പറഞ്ഞേക്കറ്റ് തൊട്ട് മുന്നേ ആളോട് നടന്നു വരുന്ന ദൃശ്യങ്ങളൊക്കെ. അതിനുശേഷം സ്റ്റേഷനിൽ വന്നതിന് ശേഷം എല്ലാവരും കൂടിയിട്ട് 5 പേരും കൂടി നല്ല ക്രൂരമായിട്ട് ശ്രദ്ധിക്കാനുണ്ടായിട്ടുണ്ട്. വിവരങ്ങളുമായി ഫൈസൽ അസീസ് ചേരുന്നുണ്ട്. ഫൈസൽ, യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റിനെ അതിക്രൂരമായി പോലീസ് മർദ്ദിക്കുന്നതിന്റെ CCTV ദൃശ്യങ്ങളാണ് നിയമ പോരാട്ടത്തിനൊടുവിൽ പുറത്തു വന്നിരിക്കുന്നത്. ഇതിൽ കോടതി അടക്കം കേസ് എടുത്തൊരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. കൂടുതൽ വിവരങ്ങൾ എന്തെല്ലാമാണ്? കേരള പോലീസിന്റെ അല്ലെങ്കിൽ തൃശ്ശൂരിലെ കുന്നംകുളം പോലീസിന്റെ വലിയൊരു ലോക്കപ്പ് മർദ്ദനത്തിന്റെ ഒരു ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. 2023 ഈ കേസിനാസ്പദമായ ഈ ഒരു സംഭവം എന്ന് പറയുന്നത്. തൃശ്ശൂർ ചൊവ്വന്നൂർ മണ്ഡലം പ്രസിഡന്റായ യൂത്ത് കോൺഗ്രസിന്റെ മണ്ഡലം പ്രസിഡന്റായ സുജിത്തിനാണ് ഈ പോലീസിന്റെ ക്രൂരമായ മർദ്ദനം ഏറ്റിരിക്കുന്നത്. അതായത് ഈ സുജിത്ത് ഈ സുഹൃത്തിനെ ഈ പോലീസുമായുള്ള വാക്കുതർക്കവുമായി ബന്ധപ്പെട്ട് ഈ സുജിത്ത് ഈ പോലീസുമായി ഈ ഒരു വാക്കുതർക്കത്തിൽ ഇടപെടുകയും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. 2023 ഈ സംഭവം. അപ്പോൾ ഈ ഒരു സംഭവത്തിൽ ഈ കുന്നംകുളം പോലീസുമായുള്ള ഒരു വാക്കേറ്റത്തിൽ പോലീസ് ഈ സുജിത്തിനെ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോവുകയും ഇതിൽ അകാരണമായി ഈ സുജിത്തിനെ ക്രൂരമായി മർദ്ദിക്കുകയുമായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. അതായത് നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ മുഖത്തേക്ക് അടിക്കുകയാണ്, മുഖത്ത് നല്ല ശക്തി അടിക്കുകയാണ്. ചെവിക്ക് ഉൾപ്പെടെ പരിക്കേറ്റുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. കാരണം ചെവി ഉൾപ്പെടെ പൊത്തിപ്പിടിച്ചുകൊണ്ടാണ് സുജിത്ത് പിന്നീട് നടക്കുന്നത്. ഈ സുജിത്തിനെ ഷർട്ട് അഴിപ്പിച്ച് മുണ്ട് മാത്രം ഉടുപ്പിച്ചാണ് ഇപ്പോൾ പോലീസ് സ്റ്റേഷനിലേക്ക് അകത്തേക്ക് കൊണ്ടുപോകുന്നത്. അതിനുശേഷം വളരെ ശക്തമായി ഒരു ഭാഗത്തേക്ക് ചേർത്ത് നിർത്തി, അതായത് ഈ ഒരു ചുമരിന്റെ ഭാഗത്തേക്ക് ചേർത്ത് നിർത്തി അവിടെ വെച്ചാണ് ഈ മർദ്ദിക്കുന്നത്. ശക്തമായി കുനിച്ച് നിർത്തി ഈ മുതുകിൽ ഉൾപ്പെടെ മർദ്ദിക്കുന്ന ഒരു ദൃശ്യങ്ങളാണ് നമുക്ക് ഈ ദൃശ്യത്തിലൂടെ ഇപ്പോൾ CCTV ദൃശ്യത്തിലൂടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. 4-5 പോലീസുകാർ ചേർന്നാണ് ഈ സുജിത്തിനെ ഇപ്പോൾ ക്രൂരമായി മർദ്ദിക്കുന്നത്. അതായത് മുതുകിനുൾപ്പെടെ ഈ കൈമുട്ടുകൊണ്ട് മുതുകിനുൾപ്പെടെ അദ്ദേഹത്തെ മർദ്ദിക്കുന്ന ഒരു ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നത്. അങ്ങനെ ഈ ഒരു വിഷയത്തിൽ പിന്നീട് FIR ഇടുകയും ഒക്കെ വെച്ച് പോലീസ് വലിയ രീതിയിൽ പ്രതിരോധത്തിലാവുകയും ചെയ്തു. അങ്ങനെയാണ് പോലീസ് ഈ മദ്യപിച്ച് ബഹളമുണ്ടാക്കി എന്നൊക്കെ രീതിയിൽ സുജിത്തിനെതിരെ FIR ഇടുന്നത്. അങ്ങനെ എന്നാൽ ഈ പിന്നെ സുജിത്തിൻ്റെ വളരെ ശക്തമായ ഒരു നിയമ പോരാട്ടത്തിനൊടുവിൽ FIR വ്യാജമാണെന്ന് തിരിച്ചറിയുകയൊക്കെ ചെയ്തു. അങ്ങനെയാണ് വീണ്ടും പോലീസ് പ്രതിരോധത്തിലാവുന്നത്. പിന്നീട് നിയമ പോരാട്ടത്തിനൊടുവിലാണ് ഈ വിവരാവകാശ കമ്മീഷൻ ഈ ഒരു CCTV ദൃശ്യങ്ങൾ സുജിത്തിന് നൽകണം അല്ലെങ്കിൽ പുറത്തുവിടണം എന്നുള്ളൊരു ഉത്തരവ് പുറപ്പെടുവിക്കുന്നത്. അങ്ങനെയാണ് ഈ ദൃശ്യങ്ങൾ ഇപ്പോൾ പ്രചരിച്ചിരിക്കുന്നത്. കുന്നംകുളം സ്റ്റേഷനിലെ SI നുഹ്മാൻ സംഭവത്തിൽ പോലീസുകാരൊക്കെ സസ്പെൻഡ് ചെയ്യുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ആദ്യ ഒരു നടപടിയിൽ തന്നെ സസ്പെൻഡ് ചെയ്യുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. കുന്നംകുളം സ്റ്റേഷനിലെ SI നുഹ്മാൻ, ഒപ്പം തന്നെ സബ് ഇൻസ്പെക്ടർ സബ് ഇൻസ്പെക്ടർ നുഹ്മാൻ, CPOമാരായ ശശീന്ദ്രൻ, സന്ദീപ്, സജീവൻ ഉൾപ്പെടെയുള്ളവരാണ് ഇയാളെ മർദ്ദിക്കുന്നത്. ആ ദൃശ്യങ്ങളിൽ തന്നെ മനസ്സിലാക്കാം ആ ഒരു സുജിത്ത് നേരിട്ട മർദ്ദനത്തിന്റെ ക്രൂരത എന്നുള്ളത്. കാരണം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ സുഹൃത്തുമായി ഉണ്ടായ ഒരു തർക്കമാണ്.
അതായത് ക്ഷമിക്കണം, സുഹൃത്തുമായി പോലീസുകാരുണ്ടായ ഒരു തർക്കം, വഴിയരികിൽ വെച്ചിട്ടുള്ള തർക്കത്തിൽ സുജിത്ത് ഇടപെടുന്നു. അങ്ങനെയാണ് സുജിത്തിനെ പോലീസ് ഈ കസ്റ്റഡിയിൽ എടുക്കുന്നത്. തുടർന്ന് പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുവന്ന് ഇതിൻ്റെ ഒരു പ്രതികാരം തീർക്കുക എന്നുള്ളൊരു കാര്യമാണ്. കാരണം പോലീസിൻ്റെ ഭാഗത്ത് നിന്ന് വലിയൊരു മർദ്ദനമാണ് സുജിത്തിനെ ഏൽക്കേണ്ടി വരുന്നത്. പോലീസ് പ്രതികാരം തീർക്കുന്നു എന്ന് തന്നെ നമുക്കിതിന് പറയേണ്ടി വരും. കാരണം പോലീസ് സ്റ്റേഷനിലകത്ത് കൊണ്ടുപോകുന്നു. ഷർട്ട് പോലും അഴിച്ചു വെപ്പിച്ചാണ്, അദ്ദേഹം ഉടുത്തിരുന്ന ഷർട്ട് ആവട്ടെ അല്ലെങ്കിൽ ബനിയൻ അഴിപ്പിച്ച് വെച്ചുകൊണ്ടാണ്, മുണ്ട് മാത്രം ഉടുപ്പിച്ചുകൊണ്ടാണ് സുജിത്തിനെ പോലീസ് സ്റ്റേഷനിലെ അകത്തേക്ക് കൊണ്ടുവരുന്നത്. പിന്നീട് നേരെ അകത്തേക്ക് കൊണ്ടുവന്ന് ഈ ചുമരിനോട് ചേർത്ത് നിർത്തി മുഖത്തേക്ക് അടിക്കുകയും ചെവിക്കടിക്കുകയും ഒക്കെ ചെയ്യുന്നു സുജിത്ത്. അപ്പോൾ തന്നെ ചെവി പൊത്തുന്ന ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. പിന്നീട് കുനിച്ച് നിർത്തി മുതുകത്ത് കൈമുട്ട് കൊണ്ട് ചുരുട്ടി അടിക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. ഏതായാലും വലിയ ശക്തമായ മർദ്ദനമാണ് സുജിത്തിനെ ഏറ്റിട്ടുള്ളത്. നമ്മുടെ സിനിമയിലൊക്കെ കാണുന്നത് പോലെയുള്ള ഒരു ദൃശ്യങ്ങളാണ് ഇത് എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്, ഈ ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാകുന്നത്. ഏതായാലും സുജിത്തിന്റെ ശക്തമായ നിയമ പോരാട്ടത്തിൽ, നിയമത്തിൽ മാത്രം വിശ്വസിച്ചുകൊണ്ട് സുജിത്ത് നടത്തിയ പോരാട്ടത്തിലാണ് ഇത്തരത്തിലുള്ള ദൃശ്യങ്ങൾ പുറത്തു വന്നത്. പോലീസ് ഇപ്പോൾ പ്രതിരോധത്തിലായിരിക്കുന്നത്. ഇവരെ അന്ന് തന്നെ ഈ CPOമാരെയും ഉൾപ്പെടെ SI ഉൾപ്പെടെ സ്ഥലമാറ്റം, വിവിധ സ്റ്റേഷനിലേക്ക് സ്ഥലമാറ്റമൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നീടാണ് ഈ ദൃശ്യങ്ങൾ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. വലിയ ക്രൂരമായ മർദ്ദനമാണ് സുജിത്തിനേറ്റിരിക്കുന്നത്. ഇനി എന്തായിരിക്കും ഇതിൽ തുടർ നടപടികൾ എന്നാണ് ഇനി അറിയേണ്ടത്. കാർത്തു. ശരി, തൃശൂർ കുന്നംകുളത്താണ് ചൊവ്വന്നൂർ യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റായ സുജിത്തിനെ പോലീസ് സ്റ്റേഷനിൽ ക്രൂരമായി മർദ്ദിച്ചതിന്റെ CCTV ദൃശ്യങ്ങളടക്കം ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. നീണ്ട നിയമ പോരാട്ടത്തിനൊടുവിലാണ് CCTV ദൃശ്യങ്ങൾ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. വിവരാവകാശ കമ്മീഷന്റെ ഉത്തരവ് പ്രകാരമാണ് ദൃശ്യങ്ങൾ ലഭിച്ചത്. ആ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കണ്ടത്. അതിക്രൂരമായി തന്നെ പോലീസ് സ്റ്റേഷനിൽ വെച്ച പോലീസുകാർ സുജിത്തിനെ മർദ്ദിക്കുന്ന ദൃശ്യങ്ങളാണ് പുറത്തു വന്നത്. ഫൈസലാണ് വിവരങ്ങൾ നൽകിയത്.